മലയാളത്തിൽ റിപ്പീറ്റ് വാല്യൂ ഉള്ള ചുരുക്കം ചില നടന്മാരിൽ ഒരാൾ. ഇദ്ദേഹത്തിന്റെ ഒരു സിനിമയോ ഡയലോഗോ ഒന്നും ഓർക്കാതെയോ പറയാതെയോ നമ്മുടെ ഒരു ദിവസം കടന്നു പോകുമോ എന്ന് പോലും സംശയമാണ്. ഇന്ന് എന്നോടൊപ്പം ഉള്ളത് ദ എവർഗ്രീൻ ഹരിശ്രീ അശോകൻ. സ്വാഗതം ചേട്ടാ. സ്വാഗതം. പക്ഷെ ഞാനിപ്പോൾ പറഞ്ഞില്ലേ, ചേട്ടൻ്റെ ഒരു സിനിമയോ കഥാപാത്രമോ ഒന്നും ഓർക്കാതെ കടന്നു പോകുന്ന ഒരു ദിവസം പോലും ഉണ്ടാവില്ല. അത്തരത്തിൽ മലയാളികളുടെ മനസ്സിൽ ആഴത്തിൽ പതിഞ്ഞ ഒരുപാട് കഥാപാത്രങ്ങളും ഡയലോഗുകളും ഒക്കെ ഉണ്ട്. പക്ഷെ അതെല്ലാം ഹാസ്യ കഥാപാത്രങ്ങളായിരുന്നു കൂടുതൽ. പക്ഷേ ഈ ഇടയായിട്ട് അശോകൻ ചേട്ടൻ ഭയങ്കര സീരിയസ് ആയിട്ടാണ് കാണുന്നത്. ഈ സീരിയസ് റോൾസ് മനഃപൂർവ്വമുള്ള ഒരു തെരഞ്ഞെടുപ്പാണോ? അല്ല, ഇത് നിങ്ങൾ പറയുന്ന പോലെ സിനിമകൾ പണ്ട് ഞാൻ ചെയ്തിട്ടുണ്ട്. തമാശ ഇപ്പോഴും കുറേ തമാശ ചിത്രങ്ങളുടെ കഥയുമായിട്ട് പലരും വന്നു. പക്ഷേ എനിക്കത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. കാരണം എനിക്കത് അത്ര ദഹിച്ചില്ല. അതിൻ്റെ കൂടെ തന്നെ ക്യാരക്ടർ റോളും വന്നു. അതിൽ നിന്നും ഞാൻ സെലക്ട് ചെയ്തതാണ്. ഞാൻ ടോട്ടാലിറ്റി എങ്ങനെ ഉണ്ടാകും എന്നെനിക്ക് പറയാൻ പറ്റില്ല. നന്നാവും എന്നുള്ള കാരണം തന്നെയാണ് അതും ചെയ്തിരിക്കുന്നത്. പക്ഷേ ഇപ്പോൾ അടുപ്പിച്ച് വന്നതെല്ലാം സീരിയസ് ക്യാരക്ടേഴ്സാണ്. കൂടുതലും ഞാൻ ചെയ്യാൻ പണ്ട് കൊതിച്ച ക്യാരക്ടേഴ്സാണ്. ഇത്തിരി ഇമോഷനൊക്കെ ചെയ്യണം എന്നൊക്കെ അത് വന്നപ്പോൾ അത് കമ്മിറ്റ് ചെയ്തു നമ്മൾ. പക്ഷേ അത് വെച്ച് നോക്കുമ്പോൾ കോമഡി കഥകൾ വന്നത് എനിക്ക് ഇഷ്ടമായില്ല. പക്ഷേ നിയർലി ഇപ്പോൾ 2 സിനിമകൾ കഥ പറഞ്ഞിട്ടുണ്ട്. കോമഡിയാണത്. കോമഡിക്ക് വേണ്ടി ചെയ്യുന്ന കോമഡിയല്ല, എന്നാലും ക്യാരക്ടർ കോമഡിയാണ്. കോമഡി ബേസ് ചെയ്തിട്ട് പറയാൻ പറ്റുന്നൊരു സബ്ജക്റ്റാണ്. അതുകൊണ്ട് ഞാനത് ഒന്ന് ഫുള്ളായിട്ട് നമുക്ക് കേൾക്കാമെന്ന് പറഞ്ഞിട്ട് അത് പരിഗണനയിലാണ്. ഒരു പക്ഷേ അന്നുണ്ടായിരുന്ന സ്ക്രിപ്റ്റിലെ ഈ ഹാസ്യത്തിൻ്റെയൊക്കെ ഒരു കോമഡിയുടെയൊക്കെ ഒരു ക്വാളിറ്റി ഉണ്ടല്ലോ, അതിപ്പോൾ ഉള്ള സ്ക്രിപ്റ്റിൽ ഇല്ലാത്തത് കൊണ്ടാണോ ഒരു പക്ഷേ ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തത്? അല്ല, അതിൽ മാത്രമല്ല സബ്ജക്റ്റ് വൈസും ചിലത് അത്ര സുഖമാകുന്നില്ല. അതുപോലെ തന്നെ പറയാൻ ഉദ്ദേശിക്കുന്ന തമാശകൾക്കും അത്ര സുഖമില്ല. പിന്നെ അതിൻ്റെ എന്തെങ്കിലുമൊക്കെ കുഴപ്പങ്ങൾ ഉണ്ടായതുകൊണ്ടായിരിക്കും ഞാനത് എടുക്കാതെ പോയത്. ഒരു കാലത്ത് ചെയ്യാൻ ആഗ്രഹിച്ച ഒരുപാട് ക്യാരക്ടേഴ്സാണ് ഇപ്പോൾ ഈ അടുത്തിറങ്ങിയ സിനിമകളിലെല്ലാം ചെയ്തു വരുന്നത് അല്ലേ? പ്രത്യേകിച്ച് എടുത്തു പറയുകയാണെങ്കിൽ മിന്നൽ മുരളിയിലെ ആ ഒരു ക്യാരക്ടർ, അത് നമ്മളെ ഒരു കണക്കിന് ഇമോഷണലി ഭയങ്കരമായിട്ട് നമ്മളെ ടച്ച് ചെയ്തൊരു കഥാപാത്രമാണ്. അതായത് ആ കഥാപാത്രത്തിൻ്റെ ഒരു നിസ്സഹായ അവസ്ഥയുണ്ടല്ലോ, അത്തരത്തിൽ ടച്ച് ചെയ്യുന്ന കഥാപാത്രങ്ങൾ ചെയ്യണമെന്ന് പണ്ട് മുതലേ ഉള്ളൊരു ആഗ്രഹമായിരുന്നു. അതെ, ആഗ്രഹം ഉണ്ടായിരുന്നു. എന്നാലും ചില പടത്തിലൊക്കെ ചെറുതായിട്ടൊക്കെ ചെയ്തിട്ടുണ്ട്. കോമഡി ക്യാരക്ടർ ആണെങ്കിലും ചെറിയ ഇമോഷൻ. അപ്പോഴും എനിക്ക് ഇതുപോലത്തെ ക്യാരക്ടർ, ഇമോഷൻ ചെയ്യാൻ പറ്റിയ ക്യാരക്ടർ കിട്ടിയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചിട്ടുണ്ട്. പക്ഷേ നമ്മൾ ഈ തമാശക്കാരനായിട്ട് ആദ്യമേ വന്നതുകൊണ്ട് തമാശക്കാണ് എല്ലാവരും വിളിക്കുന്നത്. അതുകൊണ്ട് പിന്നെ നമുക്ക് വേറൊരു വേഷം തരാൻ ഒരു മനസ്സ് കാണിക്കില്ല ചിലപ്പോൾ. ഇപ്പോൾ മറ്റേ മിന്നൽ മുരളിക്ക് ശേഷം കുറേ ക്യാരക്ടേഴ്സ് വന്ന എല്ലാം ഇങ്ങനത്തെ ക്യാരക്ടറുകളാണ്. അപ്പോൾ ഏകദേശം നമുക്കതൊരു ഇഷ്ടമായിട്ട് തോന്നി. അതുകൊണ്ടാണ് ഇപ്പോൾ അങ്ങനെ കുറച്ച് ക്യാരക്ടേഴ്സ് നമ്മൾ ചെയ്തേക്കുന്നത്. ഇപ്പോൾ ഇറങ്ങാൻ പോകുന്ന 8-9 സിനിമകൾ ഇറങ്ങാൻ പോകുന്നതിലൊക്കെ അത് തന്നെയാണ്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ തമാശ ഉള്ള 2 ഞാൻ കേട്ടിട്ടുണ്ട്. പാർവതി പരിണയമാണ് ചേട്ടൻ്റെ ഒരു കരിയർ ബ്രേക്ക് തന്നൊരു ആദ്യകാലങ്ങളിലെ ഒരു ചിത്രം. ആ സമയത്ത് ഒരു ബ്രേക്ക് കിട്ടിയ സംഭവമാണ് അത്. തുടങ്ങി വരുന്ന സമയത്ത് കിട്ടിയതാണ് പാർവതി പരിണയത്തിലെ അമ്മ എന്ന് പറയുന്ന ആ ഭിക്ഷക്കാരൻ്റെ ക്യാരക്ടർ. അത് ഞാൻ കുറേ പറഞ്ഞിട്ടുള്ളതാണ്. എനിക്ക് ആദ്യം അതൊരു 3 സീനേ ഉണ്ടായുള്ളൂ. പിന്നെ ഞാൻ ഫസ്റ്റ് ഡേ തന്നെ പെർഫോം ചെയ്ത് കഴിഞ്ഞപ്പോൾ അത് ഭയങ്കര രസമായി കണ്ടപ്പോൾ ഡയറക്ടറും റൈറ്ററും പ്രൊഡ്യൂസറും ഒക്കെ കൂടി പറഞ്ഞ് നമുക്ക് ഡെവലപ്പ് ചെയ്യാമെന്ന് പറഞ്ഞാൽ അത് 3 സീൻ എന്നുള്ളത് പിന്നീട് അതൊരു 9-12 സീനൊക്കെ ആയിട്ട് ഡെവലപ്പ് ചെയ്തു. അതാണ് നമുക്ക് ആദ്യം ശ്രദ്ധിക്കപ്പെട്ടത്. കാരണം പോസ്റ്ററിൽ വരെ ഞാൻ വന്നു ആ സമയത്ത്. അത് ഹമ്മ എന്നും പറഞ്ഞിട്ടുള്ളൊരു ഇത് വെച്ചിട്ടാണ് വന്നത്. അത് ചേട്ടൻ്റേതായിട്ടുള്ള ഇംപ്രവൈസേഷൻസ്, മോഡുലേഷൻസും അത്തരത്തിലുള്ള ഒരു അഡിഷൻ ഉണ്ടല്ലോ. അതായത് ചേട്ടനായിട്ട് കൊണ്ടുവരുന്ന കഥാപാത്രങ്ങൾക്ക് ഒരു പൊലിമ കൊണ്ടുവരാറുണ്ട്. അതാണ് കൂടുതലായിട്ടും ആ ക്യാരക്ടറിനെ പ്രേക്ഷകർ അക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു കാരണമായിട്ട് ഈ സിനിമ മേഖലയിലുള്ള പല ആൾക്കാരും ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അത്തരത്തിൽ ചേട്ടൻ്റെ ഒരു ഇംപ്രവൈസേഷൻ, ഒരു ട്രേഡ് മാർക്കായിട്ട് കൊണ്ടുവന്നിട്ടുള്ള ക്യാരക്ടേഴ്സ് അതൊന്ന് ഓർത്തെടുക്കാമോ? അല്ല, അങ്ങനെ ഒരിക്കലും നമ്മുടെ മാത്രം ഇംപ്രവൈസേഷൻ കൊണ്ടൊന്നും ഒരു ക്യാരക്ടറും ചെയ്യാൻ പറ്റില്ല. ബേസിക്കലി ഒരു ക്യാരക്ടർ ഉണ്ടാക്കുന്നത് റൈറ്ററാണ്. അത് പിന്നെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്നാണ് അത് ഒരു പൂർണ്ണ രൂപത്തിൽ കൊണ്ടുവന്ന് എത്തിക്കുന്നത്. അതിൻ്റെ അകത്ത് എന്തെങ്കിലും മേമ്പൊടി ചേർക്കാനേ നമുക്ക് പറ്റുള്ളൂ, അല്ല വേറെ ഒന്നും ചെയ്യാം. അങ്ങനെ കുറേ പടങ്ങളിൽ ഞാനെന്നല്ല പല ആർട്ടിസ്റ്റുകളും ചെയ്തിട്ടുണ്ട്. അതങ്ങനെ തന്നെ ചെയ്യാൻ നല്ലതാണെങ്കിൽ ചിലപ്പോൾ ഡയറക്ടർ സമ്മതിക്കും, റൈറ്ററും സമ്മതിക്കും. ഞാൻ പറഞ്ഞില്ലേ, പാർവതി പരിണയത്തിൽ നമ്മളൊരു ഭിക്ഷക്കാരെന്ന് പറഞ്ഞാൽ 3 സീനാകാൻ കാരണം 3 സീൻ 9 സീനാവാൻ കാരണം ആ സ്ക്രിപ്റ്റിലൊന്നും അധികം ഉണ്ടായിരുന്നില്ല. ഒന്നുമില്ല, പാവപ്പെട്ടൊരു ഭിക്ഷക്കാരനാണ് എന്തെങ്കിലും തരണേ എന്ന് പറയുന്നത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അത് കൈകാലാവതില്ലാത്തവൻ്റെ ദൈവമേ,
ഈ പാവപ്പെട്ട ഭിക്ഷക്കാരൻ എന്തെങ്കിലും തരണേ ഹമ്മ 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 ആ പാട്ട് ഹിറ്റായിരുന്നു. അതറിയാതെ അങ്ങോട്ട് വന്നു, അത് കയറി ചിലത് സംഭവിക്കുന്നതാണത്. അങ്ങനെ അത് വന്നപ്പോഴാണ് അവർക്ക് ഇഷ്ടമായി. അങ്ങനെ അത് ആ സീനാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുറേ സീനുകളായിട്ട് വീണ്ടും ഡെവലപ്പ് ചെയ്തത്. ഈ ഹരിശ്രീ അശോകൻ എന്ന് പറയുമ്പോഴേ നമ്മുടെ മനസ്സിലേക്ക് പറക്കും തളിക, അതേപോലെ തന്നെ പഞ്ചാബി ഹൗസ് ഒക്കെയാണ് പെട്ടെന്ന് കയറി വരുന്നത്. മീശ മാധവൻ, CID മൂസ, ഈ സിനിമകളെല്ലാം എടുത്താൽ ചേട്ടൻ്റെ കൂടെ ദിലീപേട്ടനും ഉണ്ടാവും. ഈ ഒരു കോംബോ എൻ്റെ കൂടെ അല്ല, ദിലീപിൻ്റെ കൂടെ ഞാനുണ്ട്. ദിലീപാണ് ഹീറോ. അതെ അതെ അതെ. പക്ഷെ എന്നാലും ആ ക്യാരക്ടേഴ്സിനോടൊപ്പം കഥാപാത്രങ്ങൾ തന്നെയാണ്. അതായത് അശോകേട്ടൻ ചെയ്ത കഥാപാത്രങ്ങൾ ഇല്ലെങ്കിൽ ഈ കഥാപാത്രത്തിന്റെ ആ ഒരു കോമഡി എലമെന്റ്സിനൊന്നും ഒരു നിലനിൽപ്പ് തന്നെ ഇല്ല എന്ന് തന്നെ പറയാം. നിങ്ങളുടെ ആ ഒരു കോംബോ വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണ്? ഈ സിനിമയ്ക്ക് അപ്പുറമുള്ളൊരു കെമിസ്ട്രി നിങ്ങൾ രണ്ടുപേർക്കും ഇടയിലുള്ളത് കൊണ്ടാണോ? അത് ഞങ്ങൾ ഒരുപാട് വർഷം ഹരിശ്രീയിൽ ഒരുമിച്ചുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ വണ്ടിയിലിരുന്ന് ഓരോ തമാശകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയും, അങ്ങോട്ടും ഇങ്ങോട്ടും പാര വെക്കും, ഇതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എന്ത് പറയും, ഒരു തമാശ അങ്ങോട്ട് പറഞ്ഞാൽ തിരിച്ചെന്തായിരിക്കും ഇങ്ങോട്ട് റിപ്ലൈ എന്നുള്ളത് നമുക്ക് ഊഹിക്കാൻ പറ്റും. അതിൻ്റെ അപ്പുറത്തിട്ട് നമ്മൾ വെട്ടിയാലേ അതിന് കൈയടി കിട്ടുള്ളൂ. അത് സ്റ്റേജിൽ നിന്ന് കിട്ടുന്ന ഒരു എക്സ്പീരിയൻസാണ്. അഡീഷണൽ ഡയലോഗ് നമുക്ക് എങ്ങനെ വേണമെങ്കിലും പറയാൻ പറ്റും. അത് ചിലപ്പോൾ ആ തമാശ സ്റ്റേജിൽ ഏറ്റില്ലെങ്കിൽ അന്ന് മുഴുക്കെ നമ്മളെല്ലാവരും കമൻറ്റ് നമുക്ക് കേൾക്കേണ്ടി വരും. ഈ വണ്ടി പോണവരുടെ അതും പറഞ്ഞ് വീട് വരും നമ്മളെ കളിയാക്കും. അപ്പോൾ വളരെ സൂക്ഷിച്ചായിരിക്കും ഞങ്ങൾ വണ്ടിയിൽ നിന്നൊരു തമാശകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നത്. ആ ഒരു എക്സ്പീരിയൻസാണ് സിനിമയിൽ നമുക്ക് പലപ്പോഴും നമുക്ക് ഉപകാരമായിട്ട് മാറിയിട്ടുള്ളത്. അപ്പം നമ്മളൊരു സാധനം പറയുമ്പോൾ അത് ഗംഭീരമായിരിക്കണം എന്നുണ്ടായി, ഇല്ലെങ്കിൽ വണ്ടിയിൽ തന്നെ എല്ലാവരും കൂടി കളിയാക്കും. ആ ഒരു എക്സ്പീരിയൻസ് ഭയങ്കരമായിട്ട് സിനിമയിൽ ഉപയോഗിക്കാൻ പറ്റിയിട്ടുണ്ട്. ആ സിനിമയ്ക്ക് അപ്പുറമുള്ള രസകരമായ ഒരുപാട് സംഭവങ്ങൾ നിങ്ങൾ ഒരുമിച്ചുള്ള ഈ സെറ്റുകളിലും ഉണ്ടാവുമല്ലോ. പ്രത്യേകിച്ച് ഈ പഞ്ചാബി ഹൗസിലെ കാര്യങ്ങളൊക്കെ ചേട്ടൻ പല ഇൻ്റർവ്യൂവിലും പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇപ്പം ഷൂട്ടില്ലാത്ത ദിവസങ്ങളിൽ പോലും, ചേട്ടന് സീനില്ലാത്ത ദിവസങ്ങളിൽ പോലും ലൊക്കേഷനിൽ പോയിരിക്കും. അത് അത്രയ്ക്ക് ത്രില്ലായിരുന്നു. അത് ഒരു പിക്നിക് മൂഡായിരുന്നു ശരിക്ക്. അതിൽ വർക്കില്ലാത്ത ദിവസം നമ്മൾ അവിടെ പോയിരിക്കും, വെറുതെ പഞ്ചാബി ഹൗസ് സെറ്റിൽ പോയിരിക്കും. കാരണം അത് അവിടെ നിന്ന് മാറുമ്പോൾ നമുക്കൊരു ഭയങ്കര ഫീലാണ്, ഭയങ്കര ഇന്ന് എവിടെ എന്തോ നഷ്ടപ്പെട്ട പോലെയാണ്. അതുകൊണ്ട് അവിടെ പോയിരിക്കും. മാനസികമായിട്ട് ഞാൻ എപ്പോഴും നല്ല ഫ്രഷ് ആണെങ്കിൽ എനിക്ക് എന്തും ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഒരു ദിവസം വെറുതെ വീട്ടിലിരുന്നപ്പോൾ ഉച്ചയൊക്കെ ആകുമ്പോൾ നേരെ അങ്ങോട്ട് പോകും. അത് പാക്കപ്പ് ആകുമ്പോൾ തിരിച്ചു വരും, വർക്കില്ലെങ്കിലും. ആ ഒരു ഗ്യാങ് ഭയങ്കരമാണ്. പ്രത്യേകിച്ച് റാഫി മക്കാട്ടിൻ്റെ കൂടെയൊക്കെ വർക്ക് ചെയ്യാൻ നേരത്ത് വേറൊരു ലെവലാണ് അവർ. അങ്ങനെ കുറേ ഡയറക്ടേഴ്സ് ഉണ്ട് നമുക്ക്. റാഫി മക്കാടിൻ, ഷാഫി, CB ഉദയന്മാർ, ജോണി ആൻ്റണി, അങ്ങനെ കുറേ ഡയറക്ടേഴ്സ് ഉണ്ട്. എല്ലാവരും പേര് പറയാൻ പറ്റില്ല, കുറേ സമയം പോകും. പ്രിയൻ സാറ്, അങ്ങനെ ബാലു കിരിയത്ത്, അങ്ങനെ കുറേ ഡയറക്ടർമാരുണ്ട്. അവരുടെ കൂടെയൊക്കെ വർക്ക് ചെയ്യാൻ നിസ്സാറിക്ക. ഭയങ്കര നല്ല ഒരു സിനിമയിൽ അഭിനയിക്കാൻ നമുക്ക് തോന്നില്ല. ഭയങ്കര ഒരു എന്താ പറയുക, ഒരു ത്രില്ലിങ്ങാണ് അത്. ഒരു വലിയ ഒരു നടനെന്നോ ഡയറക്ടറെന്നൊന്നുമില്ല അവിടെ. ഒരുമിച്ചൊരു ഗ്യാങ് വന്നിട്ട് അങ്ങോട്ട് ചെയ്യുന്ന പോലെ ഒരു മൂഡാണ് അത്. മിക്ക സിനിമകളിലും അത് അനുഭവം ഉണ്ടായിട്ടുണ്ട് എനിക്ക്. ഈ പഞ്ചാബി ഹൗസും പറക്കും തളികയും എടുക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രേക്ഷകർക്ക് ഒരു പക്ഷേ ഏതായിരിക്കും കൂടുതൽ ഫേവറേറ്റ് എന്ന് കൺഫ്യൂഷൻ ഉണ്ടാവും. ചേട്ടൻ്റെ ചെയ്ത ക്യാരക്ടറിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കഥാപാത്രം സിനിമ ഏതായിരിക്കും? അല്ല, അങ്ങനെ ഇഷ്ടപ്പെട്ട ഒരു കഥാപാത്രമല്ല എനിക്ക്. കുറേ കഥാപാത്രങ്ങൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അത് പഞ്ചാബി ഹൗസും പറക്കും തളികയും രണ്ടും ഡിഫറെൻറ്റ് ക്യാരക്ടേഴ്സാണ്. അതിലൊന്ന് പക്കാ കൊച്ചി സ്ലാങ്ങും, അത് മറ്റേത് വേറൊരു രീതിയിലുള്ള, എന്നാലും പറയും കൊച്ചി സ്ലാങ്, കൊച്ചിക്കാരനായതുകൊണ്ട് വരും. രണ്ടും നല്ല ക്യാരക്ടേഴ്സായിരുന്നു. അത് രണ്ടും ദിലീപിൻ്റെ കൂടെ തന്നെയല്ലേ. അതാണ് ആ കെമിസ്ട്രി അത്രയും വർക്കൗട്ടായതെന്ന് എനിക്ക് തോന്നുന്നു. പഞ്ചാബി ഹൗസിൻ്റെ ഒരു സെക്കൻഡ് പാർട്ട് അത് ഞങ്ങൾക്ക് പ്രതീക്ഷിക്കാമോ? അത് അവരോട് ചോദിക്കണം, റൈറ്റേഴ്സിനോട് ചോദിക്കണം. ഡയറക്ടേഴ്സിൻ്റെ ആറ്റിയിട്ടും റൈറ്റേഴ്സും ഒന്നല്ലേ. അപ്പോൾ അവരോട് ചോദിച്ചാലേ അത് അവരൊരിക്കൽ ആലോചിച്ചതാണ്. അപ്പോൾ ആ സമയത്ത് വേറൊരു അതേ പാറ്റേണിലൊരു പടം അമിതാഭ് ബച്ചൻ്റെ വന്നു. അതുകൊണ്ട് പിന്നെ അത് സ്കൂട്ട് ചെയ്ത് വെച്ചേക്കാണ്. ചിലപ്പോൾ സംഭവിച്ചേക്കാൻ വേറെ എന്തെങ്കിലും പിന്നെ ആരും ഇല്ലല്ലോ, അനീഫിക്കൊന്നും ഇല്ലല്ലോ, പലരും ഇല്ല അതിൻ്റെ അകത്ത്. അപ്പോൾ അവരൊക്കെ ഇല്ലാതെ അത് ചെയ്താലും അത്ര ഭംഗിയാവില്ല. അതേപോലെ തന്നെ അശോകേട്ടൻ്റെ ഒരു ഹൈലൈറ്റ് ട്രേഡ് മാർക്ക് എന്ന് പറയുന്നത് ഈ താടിയാണ്. അതായത് ശ്രീകൃഷ്ണനെ നമ്മൾ താടി വെച്ച് കണ്ടിട്ടില്ല, പോലീസ് ഉദ്യോഗസ്ഥരെ നമ്മൾ താടി വെച്ച് കണ്ടിട്ടില്ല. അത്തരത്തിലുള്ള കഥാപാത്രങ്ങൾക്ക് അനിവാര്യമായ ഒരു സമയത്ത് പോലും അങ്ങനെ ആലോചിച്ചിട്ടില്ല. ഒരു പക്ഷേ അശോകേട്ടനെ അങ്ങനെ നിർബന്ധിച്ചിട്ടുണ്ടാവില്ല. അല്ലല്ല, അതുകൊണ്ടല്ല. ആ സമയത്തൊക്കെ വേറെ പടങ്ങൾ ചെയ്യുന്നുണ്ടായി, അതൊക്കെ കണ്ടിന്യൂറ്റിയാണ്. അപ്പോൾ ആ സിനിമകളുടെ ബാലൻസ് ഉള്ളത് കൊണ്ടിട്ടാണ് നമ്മളിങ്ങനെ ചെയ്തത്. പിന്നെ അതിനൊരു പ്രതിവിധി, അതെന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്ന, പോലീസുകാരൻ എന്തുകൊണ്ടാണ് താടി പഠിക്കാത്തതെന്ന് തന്നെ ഒരു കാരണം പറഞ്ഞിട്ടുണ്ട്. മമ്മൂക്കയുടെ കൂടെ ആദ്യം അഭിനയിക്കുന്നത് രാക്ഷസ രാജാവ് തന്നെ പടത്തിലാണ്.
അതിൽ പോലും നമ്മളൊരു കാരണം പറഞ്ഞാൽ ബ്ലൈഡ് അലർജി എന്നാണ് പറയുന്നത്. അതുപോലെ മറ്റേ ഹിറ്റ്ലർ പ്രദേശിലാണ് നമ്മൾ താടി പിടിച്ചൊരു പോലീസുകാരൻ ചെയ്തപ്പോൾ ശബരിമലയാക്കി. ശബരിമല പോയി വന്നു കഴിഞ്ഞാൽ ഉടനെ അടുത്ത നോമ്പ് തുടങ്ങുകയാണ്. അതുപോലെ ശ്രീകൃഷ്ണനായിട്ട് അഭിനയിക്കുന്നതും നമ്മൾ താടി വെച്ചിട്ട് തന്നെ, പെൺവേഷം കെട്ടുന്നതും താടി വെച്ചിട്ട് തന്നെ. അതൊക്കെ അന്ന് നമുക്ക് അത് പിന്നെ ജനം ആക്സെപ്റ്റ് ചെയ്തു. അതുകൊണ്ട് ഇപ്പം ഞാൻ എന്ത് വേഷം കെട്ടിയാലും സ്വീകരിച്ചു. തമാശല്ലേ അത്, വേഷം കെട്ടുകയാണല്ലോ. ആ ഒരു കൃഷ്ണന്റെ കഥാപാത്രം ഒരുപാട് വലിയൊരു അക്സെപ്റ്റൻസ് കിട്ടിയല്ലേ? അത് വെച്ച് കൃഷ്ണൻ്റെ വേഷം വന്ന് ശരിക്ക് മീശമാധവല്ല ആ വേഷം ചെയ്തതിന് ശേഷം ഒരുപാട് രാജ്യങ്ങളിൽ എനിക്ക് പോകാൻ പറ്റി. പല രാജ്യങ്ങളിലും വിഷു ആഘോഷിക്കുന്ന സമയത്ത് ഞാൻ ഗസ്റ്റായിട്ട് എന്നെ വിളിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആ വേഷം കൊണ്ട് കിട്ടിയ ഏറ്റവും വലിയൊരു സംഭവം ജനങ്ങളുടെ മനസ്സിലേക്ക് കയറുകയും കുറേ രാജ്യങ്ങളും കാണാൻ പറ്റി എന്നുള്ളതാണ്. അത് ലാൽ ജോസിനോടാണ് നന്ദി പറയേണ്ടത്. ചേട്ടൻ്റെ ഒരു പ്രത്യേകതയായിട്ട് പൊതുവെ സിനിമാ മേഖലയിലുള്ളവരും ചേട്ടൻ തന്നെയും പലപ്പോഴും പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതായത് എല്ലാം തുറന്നു പറയുന്ന ഒരു ക്യാരക്ടറാണ് എന്നുള്ളത്. നേരത്തെ മൻസൂർ അലി ഖാൻ എന്ന നടനെക്കുറിച്ച് താങ്കൾ പറഞ്ഞ ഒരു പരാമർശം പിന്നീടിപ്പോൾ ഈ വളരെ റീസെൻ്റ്ലി അത് ശരിയെന്ന് പോകണം മറ്റൊരു സംഭവം കൂടി ഉണ്ടാകുന്നു. അശോകേട്ടൻ പറഞ്ഞ വാക്കുകൾ സോഷ്യൽ മീഡിയയിലൊക്കെ വളരെ വൈറലാകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഒരു പക്ഷേ ഒരു അന്യഭാഷാ നടൻ ആയതുകൊണ്ടാണോ താങ്കൾ അത്തരത്തിൽ പേര് പറഞ്ഞ് പരാമർശിക്കാനുള്ളൊരു ധൈര്യം കാണിച്ചത്? പൊതുവേ സിനിമയിലുള്ളവരൊന്നും അത്തരത്തിൽ പേര് പറഞ്ഞ് അത്തരത്തിലൊരു വലിയ വിമർശനത്തിലേക്കൊന്നും കടക്കാറില്ലല്ലോ. അത് ആരാണെങ്കിലും ഞാൻ പറയും. അവിടെ ഞാൻ എൻ്റെ ശരീരം പോലും നോക്കാറില്ല. ചിലപ്പോൾ ഒരു പക്ഷേ എന്നെ ചവിട്ടി കൂട്ടിയിരിക്കും. പക്ഷേ എനിക്ക് പറയാനും പ്രവർത്തിക്കാനുള്ള ധൈര്യം എൻ്റെ മനസ്സിലുണ്ട്. എന്നെ ചവിട്ടുന്നു, ഒരു പ്രാവശ്യം 2 പ്രാവശ്യം ചവിട്ടി, നെഞ്ചിൽ ചവിട്ടുമ്പോൾ ഞാൻ അത് പറയണ്ടേ? 2 പ്രാവശ്യം ഞാൻ വാണിംഗ് കൊടുത്തു, പാത്ത് പണണോ, അതില്ലണ വേദന, ഉടമ്പ് വേദനിക്കുന്ന പറഞ്ഞപ്പോൾ നോക്കി ചെയ്തില്ലേ എൻ്റെ ശരീരം വേദനിക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് ഇയാൾ അനുസരിക്കുന്നില്ല. അപ്പം ഞാൻ പറഞ്ഞത് ശരിയാണ്, നിങ്ങൾ ഇനി ഇവിടെ നിന്ന് ഞാൻ ചെയ്തിട്ട് ഇവിടെ നിന്ന് നിങ്ങൾ പോകില്ല, എന്നെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റും, ഞാൻ ചെയ്യിക്കും ഞാൻ എന്തെങ്കിലും എന്നൊക്കെ പറഞ്ഞ് ഞാൻ ചൂടായതാണ്. പിന്നെ അയാൾ ശരിയായിട്ട് ചെയ്തു. കാരണം സത്യശിവൻ സുന്ദരൻ്റെ പടത്തിൽ കണ്ണ് ഐബോൾ ഇങ്ങനെയൊക്കെയല്ലേ, എനിക്ക് കാണാൻ പറ്റുന്നത് ഇയാൾ ചവിട്ടുന്നത്. ടൈമിംഗ് ഇല്ലാത്ത കൊണ്ടായിരിക്കും ചിലപ്പോൾ അങ്ങനെ പറ്റണം അയാൾക്ക്. നമുക്ക് കണ്ണ് കാണാൻ പറ്റുന്നില്ലല്ലോ. അപ്പോൾ 2 പ്രാവശ്യം ഞാൻ പറഞ്ഞു നോക്കണം എന്ന് പറഞ്ഞിട്ട് അയാൾ ചെയ്യുന്നില്ല. ഞാൻ പ്രതികരിച്ചു. 36 വർഷമായി സിനിമയിൽ. ഇപ്പം ചേട്ടൻ തുടക്കത്തിൽ ചെയ്യാൻ ആഗ്രഹിച്ച സിനിമകൾ പോലും അല്ലെങ്കിൽ അത്തരത്തിലുള്ള കഥാപാത്രങ്ങൾ പോലും ഇപ്പോൾ ചെയ്തു വരുന്നുണ്ട്. ഇനി ചെയ്യാൻ ആഗ്രഹമുള്ള ഒരു കഥാപാത്രം? അതങ്ങനെയല്ല. നമുക്ക് ഒരു കഥ കേൾക്കുമ്പോൾ അതിൻ്റെ അകത്ത് അവരുണ്ടാക്കി വെച്ചിരിക്കുന്ന സാധനങ്ങൾ, ആ ക്യാരക്ടേഴ്സ് കേൾക്കുമ്പോൾ നമുക്കത് ഇത് കൊള്ളാം, ഇത് ഞാൻ ചെയ്യാത്തതാണ്, അങ്ങനെ നമുക്ക് പറ്റുള്ളൂ. അല്ല ഞാനൊരു ക്യാരക്ടർ ഉണ്ടാക്കി വെച്ചിട്ട് ഇതുപോലത്തെ ഒരു കഥാപാത്രം അന്നോരം കാത്തിരുന്ന സിനിമ ഉണ്ടാവില്ല, എനിക്ക് സിനിമ ഉണ്ടാവില്ല. കഥ പറയുന്നതിൽ എനിക്ക് പറ്റിയ ക്യാരക്ടർ ഉണ്ടെങ്കിൽ അത് സ്വീകരിക്കാൻ പറ്റുള്ളൂ. അത് അപ്പോൾ നമ്മളിരുന്നിട്ട് നമുക്ക് ഇങ്ങനെ ചെയ്താലോ, അതിങ്ങനെ പിടിച്ചാലോ ക്യാരക്ടർ എന്ന് ഡയറക്ടറായിട്ട് ഡിസ്കസ് ചെയ്യാൻ അത് കൊള്ളാം, മാനറിസംസൊക്കെ കൊടുത്ത് നമുക്ക് നടപ്പിലും ഭാഷയിലും ഒക്കെ ഒന്ന് ചെറിയ വ്യത്യാസങ്ങൾ വെച്ച് ഇങ്ങനെ സ്റ്റൈല് അങ്ങനെ പിടിച്ചാലോ എന്നൊക്കെ പറഞ്ഞ് ഇപ്പോൾ മുതലാളി ജങ്ക ജഗ ജഗ അന്ന് അവർ പറഞ്ഞു തന്നതാണ്, മുതലാളി ജങ്ക ജഗ ജഗ എന്ന്. അപ്പോൾ ഞാൻ അതിനൊരു ട്യൂൺ കൊടുത്തു. അപ്പോൾ അത് റാഫി പറയും മുതലാളി ജങ്ക ജഗ ജഗ. അപ്പോൾ എൻ്റെ സ്വരവും എൻ്റെ ട്യൂണും കൂടി വന്നപ്പോൾ അത് വരാം. അപ്പോൾ അങ്ങനെ പറയട്ടെ. അപ്പോൾ അതുപോലെ നമുക്കൊരു കഥാപാത്രത്തെ നമുക്ക് കേൾക്കുമ്പോൾ, ഒരു കഥ കേൾക്കുമ്പോൾ എല്ലാ കഥാപാത്രത്തെ നമുക്ക് ഇങ്ങനെ പിടിച്ചാൽ അതെന്തായിരിക്കും എന്ന് തോന്നി അത് നന്നായി ചെയ്യാൻ പറ്റുമെന്ന് തോന്നിയെങ്കിൽ മാത്രമാണ് നമുക്കത് ഇഷ്ടപ്പെടുന്നത്. അപ്പോഴാണ് അവർ പറയുന്നത്, പലരും കണ്ടിട്ടുണ്ട് ആ സാധനം നന്നായിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ മനസ്സിലൊരു കഥാപാത്രത്തെ കൊണ്ടും നമ്മുടെ മുമ്പിലൊരു കഥാപാത്രം തന്നാൽ നമുക്കത് മോഡുലേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പം നടൻ എന്നതിലുപരി ഒരു സിനിമാ താരത്തിൻ്റെ അച്ഛൻ കൂടിയാണ്. അർജുൻ്റെ സിനിമകളെ നോക്കി കാണാറുണ്ടോ? സെലക്ട് ചെയ്യുന്ന സ്ക്രിപ്റ്റിന് അതിനെ വിമർശിക്കാറുണ്ടോ? അഭിപ്രായങ്ങൾ പറയാറുണ്ടോ? അഭിപ്രായങ്ങൾ പറയാറുണ്ട്. കാരണം അവൻ, എനിക്ക് തോന്നുന്നത് ആദ്യം 1-2 പടങ്ങൾ അവൻ ചെറിയ ചെറിയ സംഭവങ്ങൾ സിനിമകളെടുത്ത് കഴിഞ്ഞ് പിന്നെ അവൻ ബ്രേക്ക് ചെയ്ത് പിന്നെ പറവ തുടങ്ങിയാണ് അവൻ ഒന്ന് ഫിങ്ങായത്. അവിടെ തുടങ്ങി എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഉള്ള ചെയ്യുന്ന വേഷം വരെ വളരെ സെലക്ട് ആയിട്ട് തന്നെ ചെയ്യുന്നുണ്ട്, നന്നായിട്ട് പഠിച്ച് ചെയ്യുന്നുണ്ട്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അത്. ഒരു താരത്തിൻ്റെ മകൻ സിനിമയിലേക്ക് വരുമ്പം സ്വാഭാവികമായും പ്രേക്ഷകർക്ക് ഒരുപാട് പ്രതീക്ഷകളും ഉണ്ടാകും. ആ ഒരു പ്രഷർ അശോകേട്ടനുണ്ടായിരുന്നോ? അങ്ങനെ പ്രഷറൊന്നും എനിക്കുണ്ടായിരുന്നില്ല. അവന് ഇഷ്ടപ്പെട്ടൊരു മേഖല അവൻ തിരഞ്ഞെടുത്തു. അവൻ അതിനുവേണ്ടി ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്. അവനോട് ഞാൻ പറഞ്ഞിരിക്കുന്നത്, ഏത് സംഭവമാണെങ്കിലും ഏത് ക്യാരക്ടറാണെങ്കിലും ഇത് ആദ്യം ചിന്തിക്കേണ്ടത് നമ്മൾ ഏറ്റെടുക്കുന്ന ജോലി പൂർത്തീകരിച്ചു കൊടുക്കണം. ഒരു സിനിമയിൽ നീ കാരണം നിന്ന് പോരുത്, നിൻ്റെ പ്രവൃത്തി കാരണം അല്ലെങ്കിൽ നിന്നിൽ നിന്ന് ഉണ്ടാകുന്ന പ്രശ്നങ്ങളോട് നിന്ന് പോരുത്. അത് ഇന്നുവരെ അവൻ സൂക്ഷിച്ചിട്ടുണ്ട്.
കാരണം അവൻ്റെ കുറ്റം കൊണ്ട് ഒരു സിനിമയെ അവൻ അഭിനയിച്ച് നിന്നിട്ടില്ല. കാരണം അല്ലാതുള്ള അവരിപ്പോൾ 50 ദിവസം ചോദിച്ചാൽ 10 ദിവസം ചോദിച്ചാൽ ആ 10 ദിവസം റെഡിയായിരിക്കും. അതിൻ്റെ ഇടയ്ക്ക് വേറെ സിനിമാക്കാർ വന്നിട്ട് ഡേറ്റ് മാറിക്കഴിഞ്ഞാൽ അത് അവരുടെ പ്രശ്നങ്ങളാണ്, അത് അവർ സംസാരിച്ചോളും. നീ നിൻ്റെ കാര്യം കൃത്യമായിട്ട് ചെയ്തു കൊടുക്കുക. ഏറ്റെടുക്കുന്ന സിനിമകളെല്ലാം കൃത്യമായിട്ട് ചെയ്തു കൊടുക്കണം, സമയത്ത് ചെന്ന് വർക്ക് ചെയ്ത് കൊടുക്കണം. ഇതേ ഞാൻ അവനോട് പറഞ്ഞിട്ടുള്ളൂ, വേറെ ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല. അപ്പോൾ ഈ സിനിമയുടെ കയ്പും മധുരവും ഒരുപോലെ അനുഭവിച്ചിട്ടുള്ള ഒരു നടനാണ് താങ്കൾ. സ്വാഭാവികമായും ഇത്രയും വർഷത്തെ ഒരു എക്സ്പീരിയൻസും ഉണ്ട്. ഈ സിനിമയുടെ ഓഫ് സ്ക്രീനിലുള്ള പല കാര്യങ്ങളും താങ്കൾക്ക് വ്യക്തിപരമായ അനുഭവങ്ങളും ഉള്ളതാകാം. അപ്പം മകൻ സിനിമയിലേക്ക് വരുമ്പോൾ എന്ത് ഉപദേശമാണ്? അതാണ് ഞാൻ പറഞ്ഞത്, ഈ ഒറ്റ ഉപദേശം ഞാൻ കൊടുത്തിട്ടുള്ളൂ. നീ ഏറ്റെടുക്കുന്ന ജോലി നീ കൃത്യമായിട്ട് ചെയ്തു കൊടുക്കണം. അത് നിന്നിൽ നിന്ന് തെറ്റുകൊണ്ട് ഒരിക്കലും മുടങ്ങരുത്, തെറ്റ് വരരുത്, പാടില്ല. കാരണം ഇതിൻ്റെ പിന്നിൽ സിനിമ ഉണ്ടാകാൻ കാരണക്കാരൻ ഒരേ ഒരാളാണ്. ആരാണ്? പ്രൊഡ്യൂസർ വേണം. പ്രൊഡ്യൂസർ. ഒരു പ്രൊഡ്യൂസർ എൻ്റെ പിന്നിലുണ്ട്, അതില്ലെങ്കിൽ സിനിമയില്ല. അപ്പോൾ ആ പ്രൊഡ്യൂസർ ഒരിക്കലും വേദനിക്കരുത്. അപ്പോൾ നമ്മൾ 10 ദിവസം കൊടുത്താൽ 10 ദിവസം ചെയ്യാൻ റെഡിയായിരിക്കണം. ഇനി എന്തെങ്കിലും കാരണവശാൽ നീണ്ടുപോയാൽ അത് നീ എങ്ങനെയെങ്കിലും മറ്റ് പടത്തിൻ്റെ സെറ്റിൽ നിന്ന് അവർ തമ്മിൽ സംസാരിച്ച് നിങ്ങൾ റെഡിയാക്കി കൊടുക്കണം, കൊടുത്തേ പറ്റൂ. അങ്ങനെയൊക്കെ നമ്മൾ ഒരുപാട് സിനിമകൾ ചെയ്തിട്ടുണ്ട്. ആ എക്സ്പീരിയൻസ്, എൻ്റെ എക്സ്പീരിയൻസൊക്കെ എൻ്റെ അനുഭവങ്ങളൊക്കെ ഞാൻ അവനോട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവൻ ഒരിക്കലും ഒരു സ്ഥലത്തും അവനിൽ നിന്നൊരു പ്രശ്നം ഉണ്ടാക്കിയിട്ടില്ല, അവനായിട്ടൊരു പ്രശ്നം ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ അറിവ്. അച്ഛൻ മകൻ കോംബോ ചെയ്തിട്ടുണ്ട്, ഞങ്ങൾ ചെറിയ ചെറിയ പടങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാനും മോനും കൂടിയിട്ട് ഒരു സിനിമ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. പല കഥകളും നോക്കി ഞങ്ങൾ, അത് ഇത്തിരി ഹ്യൂമർ ടച്ചുള്ളൊരു സിനിമയാണെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളത് കമ്മിറ്റ് ചെയ്യും. അർജുൻ ഹ്യൂമർ ടച്ചുള്ള കഥാപാത്രങ്ങളൊക്കെ ഇപ്പോൾ ചെയ്യുന്നുണ്ടല്ലോ. രോമാഞ്ചത്തിൽ ഒടുവിൽ ചെയ്ത കഥാപാത്രമടക്കം ഈ കോമഡി ചെയ്യുമ്പോൾ അത് കണ്ടിട്ട് എന്തെങ്കിലും അഭിപ്രായം പറഞ്ഞിട്ടുണ്ടോ? അങ്ങനെയല്ല, ഇങ്ങനെ വേണം, അല്ലെങ്കിൽ നന്നായിരുന്നു? അങ്ങനെയൊന്നും പറയേണ്ടി വന്നിട്ടില്ല. കാരണം എനിക്ക് അവൻ ചെയ്ത എല്ലാ സിനിമകളും വളരെ ഇഷ്ടപ്പെട്ടു. അപ്പോൾ അവൻ ചെയ്യാൻ കാരണം എന്ന് പറഞ്ഞാൽ അവൻ ശരിക്കും സ്റ്റഡി ചെയ്യണുണ്ട്. എന്ന് വെച്ച് ഭയങ്കരമായിട്ടൊന്നും ഒരുപാട് കടമ്പകൾ ഇനിയും കടക്കാൻ. കടമ്പ മീൻ ഞാൻ പറയുന്നത് സിനിമയിൽ അഭിനയത്തിൽ ഒരുപാട് പഠിക്കാനുണ്ട് അവന് ഇനിയും. അപ്പം ഞാൻ പോലും പഠിച്ചിട്ടില്ല. ഒരിക്കൽ മമ്മൂക്കയും ലാലേട്ടനും എന്നോട് പറഞ്ഞിട്ടില്ല, നമ്മൾ എത്ര നന്നായി അഭിനയിച്ചാലും, ഏത് ക്യാരക്ടർ നമ്മൾ അഭിനയിച്ചാലും, നമ്മൾ സിനിമ അത് തിയേറ്ററിൽ വന്ന് കാണുമ്പോഴേക്കും അവിടെ കുറച്ചുകൂടി നന്നാക്കായിരുന്നു. അത് വേൾഡ് തിയറിയാണത്, വേൾഡ് നടന്മാർ വരെ പറഞ്ഞിട്ടുള്ളതാണ്. നമ്മൾ പൂർണ്ണമായിട്ട് അഭിനയിക്കാൻ നമുക്ക് ആർക്കും പറ്റില്ല. അവിടെ സിനിമ കാണുമ്പോഴാണ് നമ്മളെ വിലയിരുത്തുന്നത്, അവിടെ കുറച്ചുകൂടി നന്നാക്കായിരുന്നു. അപ്പോൾ അതുണ്ടാവും, അത് നോക്കണ്ട, മാക്സിമം നമ്മൾ നന്നാക്കാൻ നോക്കുക. അതവൻ ചെയ്തു വരുന്നുണ്ട്, അവൻ ആയി വരുന്നുണ്ടെന്നുള്ള എൻ്റെ. ഇപ്പോൾ പല തലമുറയിലുള്ള ആളുകളുടെ കൂടെ താങ്കൾ അഭിനയിച്ചിട്ടുണ്ട്. ഇപ്പം ഈ പുതുതലമുറയുടെ കൂടെ അഭിനയിക്കുമ്പം, യങ്സ്റ്റേഴ്സിൻ്റെ കൂടെ അഭിനയിക്കുമ്പോൾ ഉള്ളൊരു വ്യത്യാസം ഫീൽ ചെയ്യുന്നുണ്ടല്ലോ. അതായത് സ്ക്രിപ്റ്റിലും കഥയിലും ടെക്നിക്സിലും എല്ലാത്തിലും ഒരു മാറ്റങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ അതിനെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? അവരുടെ കൂടെയുള്ള സെറ്റിലുള്ള ഒരു എക്സ്പീരിയൻസും അവരുടെ കൂടെ അഭിനയിക്കുമ്പോൾ ഉള്ള ഒരു എക്സ്പീരിയൻസും എങ്ങനെയാണ്? പണ്ട് നമ്മൾ എഴുതി വെച്ച സ്ക്രിപ്റ്റ് അതുപോലെ തന്നെ പറയണം, അതിൽ ഒറ്റ ഡയലോഗ് മാറ്റാൻ അധികം സമ്മതിക്കാറില്ല പണ്ട്. പിന്നീടാണ് ഇങ്ങനെ മാറ്റങ്ങൾ വന്നു തുടങ്ങിയത്. ഇപ്പോൾ നമുക്കൊരു കണ്ടൻറ്റ്, ഒരു സീനിലെ മാറ്റർ നമുക്ക് വെച്ചിട്ട് എങ്ങനെ വേണമെങ്കിലും പറയാം. അതിൻ്റെ മാറ്റർ പോകാതിരുന്നാൽ മതി. ഭയങ്കര ഈസിയാണ് അങ്ങനെ പറയാനും ഇതാനും, മെയിൻ സംഭവങ്ങളൊന്നും പോകാതെ പറയാൻ. പക്ഷേ അതിന് ഭയങ്കര ജീവനും ഉണ്ട്. ഇപ്പോൾ ഭയങ്കര നാച്ചുറലായിട്ട് അഭിനയിക്കാൻ പറ്റുന്നുണ്ട്, ഭയങ്കര സുഖമാണ്. പിന്നെ പഴയ തലമുറയിലുണ്ടായവരുടെ അനുഭവങ്ങൾ ഇപ്പോഴത്തെ അനുഭവം പറഞ്ഞാൽ കുറേ പറയേണ്ടി വരും, നമ്മൾ അതിനൊന്നും സമയമില്ല. പക്ഷേ ഞാനിപ്പോൾ ചെയ്ത എന്തായാലും ഏകദേശം ഒരു 8-9 പടം എന്ന് ഞാൻ പറഞ്ഞത്, അതെല്ലാം യൂത്തിൻ്റെ കൂടെ പുതിയ പിള്ളേരോട് ചെയ്ത്, ടെക്നീഷ്യന്മാരൊക്കെ പുതിയതാണ്. ഭയങ്കര എനർജിയാണ് ഇവർക്കൊക്കെ. ഇനി ചെയ്യാൻ പോകുന്നത് അങ്ങനെയുള്ള യങ്സ്റ്റേഴ്സായിട്ടുള്ള പുതിയ തലമുറയുടെ കൂടെ തന്നെയാണ്. ഭയങ്കര എനർജി എന്ന് പറഞ്ഞാൽ നമ്മളും പ്രായം കുറഞ്ഞ പോലെ നമുക്ക് തോന്നും. ഭയങ്കരമായിട്ട് എനർജി ഒന്നും നമുക്കൊരു ക്ഷീണം ഉണ്ടാവില്ല അവരോട് അഭിനയിക്കുമ്പോൾ. അത് ഭയങ്കര മൂഡ് തന്നെയാണ്. ഈ പുതുതായിട്ട് ഇനി വരാൻ പോകുന്ന പ്രൊജക്ട്സ്, ക്രൈം ഫയൽ, അനുരാധ ക്രൈം ഫയൽ എന്നൊരു പടം വരുന്നുണ്ട്. പിന്നെ കുർബാനി എന്ന് ഷൈൻ നിഗത്തിൻ്റെ ഒരു പടം വരുന്നുണ്ട്, അതിൻ്റെ അച്ഛനായിട്ടാണ് അഭിനയിക്കുന്നത്. പിന്നെ കുർബാനി എന്ന് പറയുന്നൊരു സിനിമ വരുന്നുണ്ട്. 1 പ്രിൻസസ് സ്ട്രീറ്റ് വരുന്നുണ്ട്, അന്വേഷിപ്പിൻ കണ്ടെത്തുവിൻ വരുന്നുണ്ട്, കടകൻ വരുന്നുണ്ട്. അങ്ങനെ കുറച്ച് ഒരു 8 പടങ്ങളോളം ഇനി ഇറങ്ങാനുണ്ട്. പുതുതലമുറയിലെ ഒരു ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ആക്ടർ ചോദിച്ചാൽ ആരുടെ പേര് പറയും? കുറേ പേരുണ്ട്, ഒരാളുടെ പേര് മാത്രമായിട്ട് പറയാൻ പറ്റില്ല. അപ്പോൾ താങ്ക് യു അശോകേട്ട, ഞങ്ങൾക്ക് വിലപ്പെട്ട ഈ തിരക്കേറിയ ഷെഡ്യൂളിനിടയിൽ കുറച്ച് സമയം അനുവദിച്ചതിന്. അപ്പോൾ ഇനിയും പുതിയ പ്രൊജക്ട്സ് വരുമ്പോൾ കാണാം. കാണാം. ഓക്കെ, താങ്ക് യു സർ. ഓക്കെ, താങ്ക് യു.